എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു പീഡന വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വാർത്ത ശരിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിലും ദേശാഭിമാനി വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദേശാഭിമാനി അടക്കം പറയുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു യുവ കോൺഗ്രസ് നേതാവ് എന്നാണ്. അപ്പോൾ ഈ വാർത്ത വായിച്ചതിന് ശേഷം ഞാൻ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറി നോക്കി. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതായത് ഇത് കോൺഗ്രസ് യുവ നേതാവാണെന്നും ഒരു യുവ MLA ആണെന്നും ഈ അടുത്ത കാലത്ത് ബൈ ഇലക്ഷൻ നടന്നത്, അതായത് കോൺട്രവേഴ്ഷ്യലായ കേരളം ഉറ്റുനോക്കിയ ഒരു ബൈ ഇലക്ഷൻ ഉപതിരഞ്ഞെടുപ്പ് നടന്ന് അവിടെ MLA ആയ ഒരു വ്യക്തി കൂടിയാണ്. അതുമാത്രമല്ല കോൺഗ്രസിന്റെ ഒരു യുവ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ കമന്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ലേ, ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ശരിക്കും നോക്കിക്കോ, ഈ കമന്റ്സ് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇതിലെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന കാര്യം, ആ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടമാണോ എന്ന്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. സോഷ്യൽ മീഡിയ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണെന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ പുറത്തു വരും. അപ്പോൾ ഇപ്പോൾ ദേശാഭിമാനിയും ഈ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്ന പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം മാസങ്ങളോളം ഈ യുവാവ്, ഈ നേതാവ്, ഈ യുവതി ചാനൽ അവതാരകയുമായിട്ട് പ്രണയത്തിൽ, അത് സ്വാഭാവികം. അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് പ്രണയം തോന്നുന്നു സ്വാഭാവികം. പക്ഷേ എന്താ പറയണ്ടേ, അത് പുറത്ത് പറയാൻ പാടില്ല. അത് പുറത്ത് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് കോട്ടം തട്ടും, എൻ്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി ഇല്ലാതാകും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അതുമാത്രമല്ല ഈ യുവതി ഗർഭിണിയായിരുന്നു. ആ ഗർഭം അലസിപ്പിക്കാൻ പ്രേരിപ്പിച്ചും ആ ഗർഭം അലസിപ്പിച്ചും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതൊക്കെ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തെളിവ് സഹിതം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് ചാനലെന്നും ഏതാണ് അവതാരകയുടെ പേര് മാത്രം പറയുന്നില്ല. പക്ഷേ ആരാണ് പ്രതിസ്ഥാനത്ത്, ആ യുവ കോമളനായ MLA ആരാണെന്ന് സോഷ്യൽ മീഡിയ എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ഈ കമന്റ് നോക്കിക്കോ, എല്ലാവരും ഒരേ തരത്തിലാണ് ആരാണെന്ന് അതിന് ഉത്തരം നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ദിവസമായിട്ട് ഈ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ട്, അതായത് ഇവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ചെറിയൊരു വാർത്ത പോലും വലിയ സംഭവമാക്കിയിട്ട് എന്താ പറയണ്ടേ, വലിയ അങ്ങനത്തെ സ്റ്റോറികൾ ചെയ്യുന്ന ഒരു ചാനലിൽ അത്തരത്തിൽ തലപ്പത്തിരിക്കുന്ന എഡിറ്റോറിയൽ പോസ്റ്റിൽ പോലും ഇരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ഒരു ലേഡി വിചാരിച്ചിട്ട്, ആ ലേഡി അതായത് ഇത്തരത്തിലുള്ള പരാതി കേട്ട ഉടനെ തന്നെ അത് ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത്. അതായത് അതിന് പരിഹാരം കണ്ടെത്താനല്ല. ഇവിടെ എന്താ പറയേണ്ടത്, ഒരു പരിപാടിയിൽ സുരേഷ് ഗോപി, ഒരു മാധ്യമ പ്രവർത്തിയുടെ, ഒരു കൊച്ചുകുട്ടിയുടെ, സുരേഷ് ഗോപിയുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ തോളിൽ തട്ടി പറഞ്ഞതിന് ശേഷം അതിന് ലൈംഗിക ചുവയോടെ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുള്ള ഒരു നാടാണ് ഈ കേരളം. എന്നിട്ടും ഇതുപോലെയുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള എന്താ പറയേണ്ട ഒരു പീഡനം മാസങ്ങളായിട്ട് നടന്നിട്ട് അതൊരു വലിയ വാർത്തയാക്കാനോ ചർച്ചയാക്കാനോ ഇവിടെ തയ്യാറല്ല. വെറുതെ ഇവരുടെ എന്താ പറയേണ്ടത്, ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ മെയിൻ സ്ട്രീം മീഡിയയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാൻ കാരണം ഇത് തന്നെ. എന്ന് വെച്ചാൽ ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ആൾക്കാർ വിരൽത്തുമ്പിൽ എല്ലാ വാർത്തകളും അപ്പം ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് ലോകത്തിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളും വിഷ്വൽ സഹിതം ആൾക്കാർ വിരൽത്തുമ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇവരിങ്ങനെ കള്ളം കളിച്ചാൽ ഏതെങ്കിലും വാർത്ത കഴിഞ്ഞു കഴിഞ്ഞാലും, ഏതെങ്കിലും വാർത്ത വളച്ചൊടിച്ച് കഴിഞ്ഞാലും ആൾക്കാർക്ക് അത് അറിയാനുള്ള സോഴ്സ് ഉണ്ട്. വെറുതെ അവരുടെ ക്രെഡിബിലിറ്റി പോകുന്നത്, ആൾക്കാർ അതുകൊണ്ട് എന്താ പറയുക സത്യം അറിയാൻ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും, അതായത് ഇവിടെ നടക്കുന്ന ഒരു വലിയ പീഡന വാർത്ത ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുകയാണ്. എന്തൊക്കെ വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഉന്നത നേതാവ്, അതായത് പാലോട് രവി എന്ന് പറയുന്ന ഒരാൾ, ഒരു സത്യസന്ധമായ ഒരു പോസിറ്റീവായ ഒരു കാര്യം, അതായത് കോൺഗ്രസിനെ എങ്ങനെ ഉത്തേജിപ്പിക്കാനും കോൺഗ്രസിന്റെ അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്ന 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടാതിരിക്കാനും വേണ്ടിയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഫോണിലൂടെ പങ്കുവെച്ചത് അവിടെയുള്ള ഒരു നേതാവായിട്ട്. അപ്പോൾ അത് വലിയ വിവാദമായി. ആ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പോലും ഇത്രപോലെ ക്യുക്കായിട്ട് റെസ്പോൺസീവായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്ത്, അതായത് പ്രൊയാക്റ്റീവായിട്ട്, അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ ചട്ടക്കൂടിൽ നിൽക്കണം. അത് അവരെ എന്ത് പറയുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, അവരെ പ്രോട്ടോകോൾ പാലിക്കണം. അപ്പോൾ ഇത്തരം പ്രൊയാക്റ്റീവായിട്ട് ആ പാലോട് രവിയെ പുറത്താക്കാൻ കാണിച്ച ആവേശം മാസങ്ങളോളം ഈ പാർട്ടിയിൽ ഒരു യുവ നേതാവ്, എന്താ പറയുക, കേരളത്തിൽ അറിയപ്പെടുന്ന ചാനലിലെ ഒരു അറിയപ്പെടുന്ന അവതാരികയെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത അറിഞ്ഞിട്ടും എന്താ പറയണ്ടത്, ഒരു നടപടി പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയേണ്ടത്, വലിയ ധാർമ്മികത നടിക്കുന്ന ഈ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എന്താ പറയേണ്ടത്, ഈ പാലോട് രവിയോട് കാണിച്ച അതിൻ്റെ അയാളോട് കാണിച്ച നടപടിയുടെ ഒരു പകുതി, ഒരു 10-100 അംശം കാണിച്ചാൽ മതി ഈ പീഡന വീരനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഈ പീഡന വീരൻ ഈ അടുത്തിടെ നടന്ന ബൈ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം, അതായത് മുഖ്യധാര എന്താ പറയുക അവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ എന്താ പറയുക, ഈ അടുത്ത കാലത്ത് ഈ പ്രമുഖ പാർട്ടി വിട്ടിട്ട് മറ്റൊരു പാർട്ടിയിൽ കയറിയ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക്
സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇദ്ദേഹത്തിന് പ്രവർത്തിക്കുന്ന കാണുങ്ങൾ സോഷ്യൽ മീഡിയ കയറി നോക്കണം. അല്ലാണ്ട് അവിടുത്തെ എന്താ പറയുക ജയിപ്പിച്ചുവിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങാനോ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ആ നേതാവ് അവിടെ വരാറില്ല എന്നാണ്. അതായത് ഫുൾ റീൽസിലും എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഈ യുവ MLA പ്രവർത്തനം എന്നാണ് ഈ അടുത്തിടെ ആ പാർട്ടിയിൽ ജോയിൻ ചെയ്ത ഒരു മറ്റൊരു യുവ നേതാവ് പറഞ്ഞത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ നടക്കുന്ന ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഇതുവരായിട്ട് നടന്ന ഈ പീഡന വാർത്ത മുഖ്യധാര മാധ്യമങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെ വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല ഇദ്ദേഹത്തെ ആൾക്കാർ പാർട്ടിയിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റർജി എന്നാണ്. അതായത് ഇദ്ദേഹം ഒരു സ്ത്രീലംബടനാണ് എന്നതിലെ പല വാർത്തകളും മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഉതകുന്ന തെളിവുകളൊന്നും ആരും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ചാറ്റർജി എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. അതായത് പല സോഴ്സിലുമാണ് ഇദ്ദേഹം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നത്. അത് SMS വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സഞ്ചറിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സ്നാപ്ചാറ്റിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഗൂഗിൾ പേയിൽ ഇവർ വന്നിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു യുവ കോമളനാണ് എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത്. ഈ എല്ലാ പോസ്റ്റിലും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലും ആരാണ് പേര് സഹിതം എല്ലാവരും ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ മാതിരി ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ എല്ലാവരും കമൻറ്റ് സഹിതം ഇട്ട് തുടങ്ങി. അപ്പോൾ ഇനിയൊന്നും പറയാനില്ല. വരും ദിവസങ്ങളിൽ ഏത് ചാനലാണെന്ന് ആരാണെന്ന് എന്താ പറയുക ആ പീഡന പരാതി ആ സ്ത്രീ, അതായത് ആ മാധ്യമപ്രവർത്തക താൻ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരെടുത്ത് അറിയിച്ചിട്ട് പോലും അവരൊരു അക്ഷരം പറഞ്ഞില്ല. അതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ല. അത് മൂടി വെക്കാനാണ് ആ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചത്. അപ്പോൾ ആ മാധ്യമപ്രവർത്തകർ എന്ന് വെച്ചാൽ എന്തെങ്കിലും BJPക്കെതിരെയോ അങ്ങനെയുള്ള പാർട്ടികൾക്കെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. ഈ അടുത്ത കാലത്ത് എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഏതൊരു പരിപാടി ചെയ്തിട്ട് വലിയ രീതിയിൽ ആരോപണം ആക്ഷേപമൊക്കെ എന്താ പറയുക നേരിട്ട ഒരു വ്യക്തി തന്നെയാണ് ആ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നത്. എന്താ പറയണ്ടത്, അപ്പോൾ അവരറിഞ്ഞിട്ടും ഈ വിഷയം ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ വിഷയം കേരള രാഷ്ട്രീയത്തിൽ വലിയ കൂളിളക്കമുണ്ടാക്കും. വരും ദിവസങ്ങളിൽ ഏതാണ് മാധ്യമപ്രവർത്തകർ, ഏതാണ് മാധ്യമ സ്ഥാപനം എന്നൊക്കെ ഒഫീഷ്യലായിട്ട് എല്ലാവരും പുറത്തിടും. പാർട്ടി തന്നെ പുറത്തുവിടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കമൻസ് പ്രകാരം നോക്കുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പാർട്ടി ഒഫീഷ്യലായിട്ട് ഈ നേതാവിനെ സംരക്ഷിക്കുമോ അല്ല പുറത്താക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. അല്ല പാർട്ടി ഒഫീഷ്യലായിട്ട് ഈ നേതാവിൻ്റെ പേര് പറയുമെന്നും കൂടി നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.